നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചക്കക്കുരു വെച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ചക്കക്കുരു കൊണ്ട് നമുക്ക് പലതും ഉണ്ടാക്കാം. ചക്കക്കുരു ദേഹത്തിലേക്ക് വളരെ നല്ലതാണ്, ചക്കയും ചക്കക്കുരും ഒക്കെ. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പെഷ്യൽ പലഹാരം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ ചക്കക്കുരു വെച്ചിട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ വടയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് തൊലിച്ചെടുത്ത് കഴുകിയെടുക്കണം. തൊലിച്ച് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ ഈ ചക്കക്കുരു നല്ലവണ്ണം തൊലിച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോലൊന്നും കളയണ്ട കേട്ടോ, തോലൊക്കെ ദേഹത്തിന് ഹെൽത്തിയാണത്. അപ്പോൾ നമുക്കിനി അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടത് വെവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി, വേഗം വെവുന്നു. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. 2-3 വിസിൽ വന്നാൽ മതി. ചക്കക്കുരു 2-3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് എടുത്തു മാറ്റാം. ഇനി ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചത് നല്ലപോലെ ഒന്ന് ആറണം കേട്ടോ മിക്സിയിലടിക്കാൻ. നമുക്ക് എത്ര വട ഉണ്ടാക്കണം വെച്ചാൽ അതിനനുസരിച്ച് സാധനങ്ങൾ എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു വെറൈറ്റി വടയാണത്. മിക്സിയിൽ ഇത്രയിട്ട് അടിക്കാം. ഇത് അടിച്ചെടുത്തിട്ട് വരാം. ഇതിൽ 2 വറ്റൽ മുളകും കൂടി പൊട്ടിച്ചിടണം. അധികം ഇരുന്നനെ അടിക്കൊന്നും വേണ്ട. അപ്പോൾ ഈ ചക്കക്കുരു ഇതുപോലെ തരിപ്പോട് കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ അരച്ചു വെച്ച ചക്കക്കുരുവിലേക്ക് കുറച്ച് ഉള്ളി ചെറുതായി നുറുക്കിയത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞത്, പിന്നെ കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ടില്ലേ നമ്മൾ, ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് കൈ വെച്ചിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യണം. അപ്പോഴേ അത് ശരിക്കും മിക്സ് ആവുള്ളൂ. ഒരേപോലെ മിക്സ് ചെയ്ത് എടുക്കണം. സ്പൂൺ വെച്ചിട്ടൊക്കെ ആകുമ്പോൾ ഒരുപോലെ നമുക്കത് ചേർന്ന് കിട്ടില്ല. അതാണ്, ഇതേപോലെ കുഴച്ചെടുക്കണം. വെള്ളമൊന്നും അധികം വേണ്ടേ വേണ്ട. അതിൽ ആ ചക്കക്കുരു വെന്ത അതിലുള്ള വെള്ളം മാത്രമേ വേണ്ടൂ. കാരണം വെള്ളം അധികമായ എണ്ണ ഒരുപാട് കുടിക്കും, നല്ല ഫ്രൈ ആയി കിട്ടില്ല. അപ്പോൾ വെള്ളം പാകത്തിൽ മതി. ഇതേപോലെ എല്ലാ ചേരുവകളും ചേർത്തിട്ട് വേണമെങ്കിൽ കുറച്ച് കായപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ടില്ല, കുറച്ച് കായപ്പൊടി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുഴയ്ക്കുമ്പോൾ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടാൽ ഒരു ചെറിയൊരു വാസന വരും. അതും കൂടി ഇട്ടിട്ട് കുഴച്ചെടുക്കാം. ഇതേപോലെ ചപ്പാത്തി മാവ് കുഴക്കണമെങ്കിൽ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അതിന് ഇതേപോലെ ഒരു ഉരുള ഇങ്ങനെ എടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ പരത്തുക. എന്നിട്ട് നടുവിൽ ഒരു ഓട്ട തുടയ്ക്കുക. ഇതുപോലെ തുളയ്ക്കുക.
ഇനിയൊരു ദോശക്കല്ലോ പാനോ എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പരത്തി വെച്ച ഇത് ഓരോന്നിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കണ വട പോലെയല്ല കേട്ടോ. അത് എണ്ണയിൽ മുരിക്കല്ലേ ചെയ്യുക. ഇതിൽ എണ്ണ അധികമൊന്നും ആവശ്യമില്ല. ഇതേപോലെ ചുട്ടെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് എണ്ണ അധികം ഉള്ളിൽ ചെല്ലില്ല, നല്ല ടേസ്റ്റുമാണത്. ഇനിയിപ്പോൾ ഇത് കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് തന്നെ അതിൻ്റെ അടിഭാഗം മുരിഞ്ഞ് കിട്ടും. ഇതേപോലെ മറിച്ചിടുക. ഈ പാകത്തിലാക്കിയാൽ നല്ല മുരിഞ്ഞ വടയായിട്ട് കിട്ടും. എണ്ണ ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. എണ്ണ അധികം ആർക്കും വേണ്ടല്ലോ. കണ്ടോ, ഇതേപോലെ നന്നായിട്ട് വരും. കണ്ടോ, ഇത് ചായയ്ക്കും ഊണ് കഴിക്കുമ്പോഴേക്കും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. എത്ര നന്നായിട്ടാണ് കിട്ടിയത് കണ്ടോ. ഇനി നമുക്കത് പരത്തിയിട്ട് ഒന്നും കൂടി പരത്തിയിട്ട് വേണമെങ്കിൽ ഇതേപോലെ പരത്തിയിട്ടും ഇടാം. അപ്പോൾ ഇത്തിരി കൂടി വേഗത്തിൽ നമുക്ക് എടുത്താൽ കിട്ടും. ഇതുണ്ടോ, ഇതേപോലെ ഇങ്ങനെ പരത്തിയിടാം. ഇത്തിരി കൂടി വേഗത്തിൽ ആവും. സ്വാദിഷ്ടമായിട്ടുള്ള ചക്കക്കുരു വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല രുചിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യണേ. ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളെന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോഴപ്പോൾ കാണാം. ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.